നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം അത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ അഭൂതപൂർവമായിട്ടുള്ള ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പവിത്രമായ ആഭരണങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലും നടന്നുവെന്ന് പറയപ്പെടുന്ന അഴിമതിയുടെ വ്യാപ്തി അത് ഭക്തജനങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യം എന്നതിലുപരിയായി ഹൈന്ദവ വിശ്വാസങ്ങളെയും അതോടൊപ്പം തന്നെ ക്ഷേത്രഭരണ സംവിധാനത്തെയും ഒക്കെ തന്നെ ഒരുപോലെ പ്രതികൂട്ടിലാക്കുന്ന തരത്തിലാണ് നിലവിലെ അന്വേഷണ പുരോഗതി. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടെ കേസ് ഒരു നിർണായക വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. തന്ത്രിയുടെ അറസ്റ്റ് നിയമപരമായിട്ട് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ട ഉന്നത രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ സ്പർശിക്കാൻ അന്വേഷണ സംഘം ഇപ്പോൾ മടിക്കുന്നുവെന്ന ആക്ഷേപം പൊതുസമൂഹത്തിൽ ശക്തമാണ്. മുൻ ദേവസ്വം മന്ത്രിയും KP ശങ്കർദാസിനൊപ്പമുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളും പ്രതിപട്ടികയിൽ ഉണ്ടായിട്ടും അവരെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ കാണിക്കുന്ന വൈമുഖ്യം നിയമവ്യവസ്ഥയുടെ നിഷ്പക്ഷതയെ ഇവിടെ ചോദ്യം ചെയ്യുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്ത വേഗതയിൽ മറ്റ് ഉന്നത പ്രതികൾക്കെതിരെ നടപടി ഉണ്ടാകാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം മൂലമാണെന്ന ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് നിലവിലെ സാഹചര്യങ്ങൾ. ഏതായാലും അറസ്റ്റിന് പിന്നാലെ തന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെ ചൊല്ലി നടന്ന നാടകീയ സംഭവങ്ങൾ അന്വേഷണത്തെ താൽക്കാലികമായി ബാധിച്ചിരിക്കുകയാണ്. തന്ത്രിക്ക് മാരകമായ രോഗങ്ങളുണ്ടെന്നും അദ്ദേഹത്തെ ആശുപത്രിയിൽ തുടരാനായിട്ട് അനുവദിക്കണമെന്നും ഒരു വിഭാഗം വാദിച്ചപ്പോൾ ഇത് അറസ്റ്റ് നടപടികൾ വൈകിപ്പിക്കാനുള്ള നിയമപരമായിട്ടുള്ള തന്ത്രമാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു. എന്നാൽ മെഡിക്കൽ ബോർഡിന്റെ കർശനമായിട്ടുള്ള പരിശോധനയിൽ അദ്ദേഹത്തിന് ജയിലിൽ കഴിയാൻ തടസ്സമില്ലെന്ന് വ്യക്തമായതോടെയാണ് തിരികെ മാറ്റിയത്. തന്ത്രി ജയിലിൽ വെച്ച് ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്ന ഭയം ഭരണകൂടത്തെ വല്ലാതെ അലട്ടുന്നുണ്ടെന്നാണ് സൂചന. കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ KP ശങ്കർദാസിന്റെ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. പക്ഷാഘാതം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട അദ്ദേഹം ഡിസ്ചാർജ് ചെയ്യാൻ ഒരുങ്ങുന്ന വേളയിൽ രക്തസമ്മർദ്ദം അസ്വാഭാവികമായി വർദ്ധിക്കുന്നത് മെഡിക്കൽ വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്ത് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു പാനലിനെ കൊണ്ട് അദ്ദേഹത്തെ പരിശോധിപ്പിക്കാൻ SIT ഹൈക്കോടതിയുടെ അനുമതി തേടാനൊരുങ്ങുകയാണ്. ഇത് അറസ്റ്റ് നടപടികൾ സുതാര്യമാക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും മറിച്ച് വർഷങ്ങളായി നടന്നുപോരുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു അഴിമതി ശൃംഖലയുടെ ഭാഗമാണെന്നുമാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റിയതും അറ്റകുറ്റപ്പണികളുടെ മറവിൽ സ്പോൺസർഷിപ്പുകൾ സ്വീകരിച്ച് ക്രമക്കേടുകൾ നടത്തിയതും ഇതിന്റെ ഭാഗമാണ്. ഭക്തർ നടക്കൽ സമർപ്പിച്ച സ്വർണ്ണ ഉരുപ്പിടികളുടെ തൂക്കത്തിൽ വൻതോതിൽ കുറവുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ക്ഷേത്രഭരണത്തിലെ സുതാര്യതയില്ലായ്മയാണ് വിരൽ ചൂണ്ടുന്നത്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലയളവിൽ നടന്ന കരാർ വിതരണങ്ങളിൽ വലിയ തോതിലുള്ള അഴിമതി നടന്നതായിട്ടും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ബോർഡ് അംഗങ്ങളുടെയും രാഷ്ട്രീയ ഉന്നതരുടെയും ഒക്കെ തന്നെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ചട്ടങ്ങൾ ലംഘിച്ചാണ് പല കരാറുകളും നൽകിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ആഭരണ ശേഖരത്തിൽ നടന്ന പരിശോധനയിൽ മുൻപ് രേഖപ്പെടുത്തിയ അളവുകളിൽ നിന്നും വലിയ മാറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ബോർഡ് തലത്തിൽ നടന്ന ആസൂത്രിതമായിട്ടുള്ള നീക്കമാണെന്ന് ആരോപിക്കപ്പെടുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ രഹസ്യമായി ചോദ്യം ചെയ്തത് ഈ കേസിലെ രാഷ്ട്രീയ ബന്ധങ്ങളെ കൂടുതൽ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ബോർഡിന്റെ കൂട്ടായ തീരുമാനങ്ങളാണ് താൻ നടപ്പിലാക്കിയതെന്ന് മന്ത്രി മൊഴി നൽകിയെങ്കിലും തന്ത്രിയുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ ഇതിന് വിരുദ്ധമാണ്. ക്ഷേത്രത്തിലെ പരമോന്നത ആചാര അധികാരിയായിട്ടുള്ള തന്ത്രിയെ മുൻനിർത്തി തങ്ങളുടെ അഴിമതികൾ മറച്ചുപിടിക്കാനാണ് ഭരണ നേതൃത്വം ശ്രമിക്കുന്നതെന്ന സംശയം ഇതോടെ ബലപ്പെട്ടിരിക്കുകയാണ്. ആചാരങ്ങളെ സാമ്പത്തിക നേട്ടത്തിനായിട്ട് ഉപയോഗിച്ചുവെന്നത് അതീവ ഗൗരവകരമാണ്. അന്വേഷണം മുറുകുന്നതിനിടയിൽ പൊതുശ്രദ്ധ തിരിച്ചുവിടാൻ സർക്കാർ രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതായിട്ടും ആക്ഷേപമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പഴയ കേസുകൾ ഉയർത്തിക്കൊണ്ടുവന്ന് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തത് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാധ്യമ ചർച്ചകളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ് ഇത്തരം നാടകീയ നീക്കങ്ങൾ പോലീസ് നടത്തുന്നതെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. എന്നാൽ സുപ്രീം കോടതി പോലും പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത് കേസിലെ തെളിവുകളുടെ ഗൗരവം അടിവരയിടുന്നതാണ്. കൊടിമരത്തിലെ സ്വർണം പൂശിയ വാജിവാഹനം തന്ത്രി സ്വന്തം വസതിയിലേക്ക് മാറ്റിയതും പിന്നീട് ഒരു വ്യവസായിക്ക് കൈമാറിയതും സംബന്ധിച്ച കണ്ടെത്തലുകൾ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ്. 2017 കൊടിമരം പുനഃസ്ഥാപിച്ചപ്പോൾ പഴയ വാജിവാഹനം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന തന്ത്രിയുടെ വാദം നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല. ഈ കൈമാറ്റത്തിൽ തന്ത്രിക്ക് പുറമെ 3 പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും പങ്കുണ്ടെന്ന് SIT സൂചന നൽകുന്നു. ഇവരുടെ പേരുകൾ പുറത്തു വന്നാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിന് തന്നെ കാരണമായി മാറും. ദേവസ്വം വിജിലൻസ് നടത്തുന്ന സമാന്തര അന്വേഷണത്തിൽ കാണിക്ക പണത്തിലും അതോടൊപ്പം തന്നെ സ്വർണ്ണത്തിലും വൻതോതിലുള്ള ചോർച്ച കണ്ടെത്തിയിട്ടുണ്ട്. പത്മകുമാറിന്റെ ഭരണകാലത്തെ പല തീരുമാനങ്ങളും ദേവസ്വം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിനെതിരെയുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും രാഷ്ട്രീയ പിന്തുണയുള്ള ശങ്കർദാസിനെ പോലെയുള്ളവർ നിയമത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് അയ്യപ്പ ഭക്തർക്കിടയിൽ പോലും വലിയ അമർഷത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. നീതി നടപ്പിലാക്കുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന ആവശ്യമാണ് ഭക്തർ ഇപ്പോൾ ഉയർത്തുന്നത്. തന്ത്രിയുടെ അധികാരപരിധിയും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വവും തമ്മിലുള്ള തർക്കം ഈ കേസോടെ വീണ്ടും സജീവമായിരിക്കുകയാണ്. ക്ഷേത്ര സ്വത്തുക്കളുടെ പൂർണ്ണ കസ്റ്റഡി അത് ബോർഡിനാണെന്നിരിക്കെ സ്വർണ്ണപ്പാളികൾ മാറ്റാൻ തന്ത്രിക്ക് എങ്ങനെ അനുവാദം ലഭിച്ചുവെന്നത് പ്രധാനമാണ്. 2019 തന്ത്രിമാർ വെറും ജീവനക്കാരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്ന കാര്യം ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറുന്നു. അന്ന് അധികാരം കുറവാണെന്ന് പറഞ്ഞ ഭരണകൂടം ഇപ്പോൾ കുറ്റകൃത്യം നടന്നപ്പോൾ തന്ത്രിയെ മാത്രം പ്രധാന പ്രതിയാക്കുന്നത് വിരോധാഭാസമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു.
ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ സ്വർണ്ണക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. തടിയിൽ നിർമ്മിച്ച ചെമ്പ് പൊതിഞ്ഞ കതകുകൾ മാറ്റിയതിലെ ദുരൂഹതയും റിപ്പോർട്ടിൽ പരാമർശിച്ചേക്കാം. പ്രതികളെ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ അഴിമതിയുടെ കറുത്ത കരങ്ങൾ തീർച്ചയായിട്ടും വെളിച്ചത്ത് വരും. നീതിപീഠത്തിന്റെ കർക്കശമായ ഇടപെടൽ വഴി മാത്രമേ ശബരിമലയിലെ പവിത്രമായിട്ടുള്ള സ്വത്തുകൾ അപഹരിച്ചവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാനായിട്ട് ഇനി സാധിക്കുകയുള്ളൂ.